Hello guys, welcome back to Sideline Football. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ആർസണൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരത്തെ കുറിച്ചാണ്. കരബാവോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മാച്ച് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടന്നത്. സോ ഇതിലാദ്യമേ ആർസണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിലും വിജയം നേടാൻ ആർസണലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രണ്ടും ഡ്രോസ് ആയിരുന്നു. കഴിഞ്ഞ 3 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നും ഒരു ഓപ്പൺ പ്ലേ ഗോൾ പോലും നേടാൻ ആർസണൽ പ്ലേയേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ആർസണൽ നല്ല രീതിയിൽ അറ്റാക്കിങ്ങിൽ ഒരു ക്രിയേറ്റിവിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ബോക്സിൽ ഡേഞ്ചർ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആർസണൽ പ്ലേയേഴ്സിന് അധികം കഴിയാതെ വരുന്നൊരു സാഹചര്യമാണ്. കുറച്ച് വറിയിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് തന്നെയാണ്. സോ ആ ഒരു സമയത്താണ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽ മാച്ച് കടന്നു വരുന്നത്. സോ ക്രിസ്റ്റൽ പാലസ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ആർസണൽ ഫാൻസിനെല്ലാം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആർസണലിന്റെ ക്രിയേറ്റീവ് വിങ്, അറ്റാക്കിംഗ് വിങ് കുറച്ചു കാലമായിട്ട് ഡൗൺ ആണ്. പക്ഷേ ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ ഈ ആർസണൽ ഫാൻസിന്റെ ടെൻഷൻസിനൊന്നും ഒരു സ്കോപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം മത്സരത്തിൽ 3-2 നല്ലൊരു വിജയമാണ് ആർസണൽ നേടിയെടുത്തത്. എസ്പെഷ്യലി അതിൽ എടുത്തു പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ ഈ സീസണിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ആർസണൽ കാഴ്ചവെച്ചത്. ആൻഡ് ഗബ്രിയേൽ ജീസസിന്റെ ഒരു കംബാക്ക് ഹാട്രിക്കാണ് ഈ മത്സരത്തിൽ ആർസണലിന്റെ വിജയശില്പിയായത് എന്നുള്ളതാണ്. സോ ഇനി ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ടീമിനാണ് നിർത്തിയത് 3-4-2-1 ഫോർമേഷനിലാണ്. സോ ഒരു ബാക്ക് 5 ഡിഫൻസിന്റെ അവൈലബിലിറ്റി അവർക്കുണ്ടായിരുന്നു. ഇനി ആർസണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4-3-3 ഫോർമേഷനിലാണ് അവർ ടീമിനാണ് നിർത്തിയിരുന്നത്. പക്ഷെ ടീമിന് മൊത്തം ഒരു അഴിച്ചുപണി ഉണ്ടായിരുന്നു. ഗോൾ കീപ്പിംഗ് സെക്ഷൻ ഒഴിച്ചു നിർത്തിയാൽ, ഡേവിഡ് റായയുടെ സെക്ഷൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സെക്ഷനിലും അഴിച്ചുപണികളുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ. സോ ആദ്യം ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്കിൽ തോമസ് പാർട്ടിയും ലെഫ്റ്റ് ബാക്കിൽ കാലങ്ങൾക്ക് ശേഷം കീറൻ ടിയർണിയാണ് മത്സരം സ്റ്റാർട്ട് ചെയ്തത്. സെൻട്രൽ ബാക്ക് നോക്കുകയാണെങ്കിൽ ജേക്കബ് കീവിയറും ജൂലിയൻ ടിംബറുമാണ് മത്സരം സ്റ്റാർട്ട് ചെയ്തത്. ഇനി മിഡ്ഫീൽഡ് 3 നോക്കുകയാണെങ്കിൽ മിക്കൽ മെറീനോ, ജോർജീനോ, ഈതൻ ന്വാനറി ആയിരുന്നു. ഇനി ഫ്രണ്ട് 3 ആണെങ്കിൽ ട്രൊസാർഡ് ആയിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ. റൈറ്റ് വിങ്ങിൽ സാക്കയ്ക്ക് പകരം സ്റ്റെർലിംഗ് ആണ് മത്സരം സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് വന്നത് ഗബ്രിയേൽ ജീസസ് ആയിരുന്നു. മിക്കേൽ ആർട്ടറ്റയുടെ ഈ ഒരു ചേഞ്ചസിന് മേജറായുള്ള കാരണം എന്തെന്ന് വെച്ചാൽ പ്ലേയേഴ്സിന്, സ്ഥിരമായി കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലാതെ മറ്റുള്ള പ്ലേയേഴ്സിനും മിനിറ്റ്സ് കിട്ടണം, അതേപോലെ മറ്റുള്ള പ്ലേയേഴ്സിനും റെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു കാരണം വെച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ചേഞ്ചസ് എല്ലാം നടത്തിയത്. പക്ഷെ ഡിഫൻസീവ് ലെയറിൽ അദ്ദേഹം നടത്തിയ ചേഞ്ച് മത്സരം തുടങ്ങിയ ആദ്യത്തെ നിമിഷങ്ങളിൽ തന്നെ ബാക്ക് ഫയർ ചെയ്തു എന്നുള്ളതാണ് സത്യം. മത്സരം തുടങ്ങി 4ാമത്തെ മിനിറ്റ് ക്രിസ്റ്റൽ പാലസ് ഗോൾ കീപ്പറായ ഹെൻഡേഴ്സന്റെ വക ഒരു ലോങ് ബോൾ. ആർസണൽ ഡിഫൻസ് ലൈനിൽ ഉണ്ടായിരുന്നത് ജേക്കബ് കീവിയറും ക്രിസ്റ്റൽ പാലസ് സ്ട്രൈക്കറുമായ മറ്റേറ്റയുമായിരുന്നു. മറ്റേറ്റനെ പിന്തള്ളി ആ ബോൾ ഫസ്റ്റ് ടൈം ഡീൽ ചെയ്യാനുള്ള ഒരു അവസരം ജേക്കബ് കീവിയറിന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ജേക്കബ് കീവിയറിന് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്ന പന്തിന്റെ ടൈമിംഗ് ജഡ്ജ് ചെയ്യാൻ പ്ലെയറിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. കിട്ടിയ അവസരം ഒട്ടും നഷ്ടപ്പെടുത്താതെ മറ്റേറ്റ പന്തുമായിട്ട് ആർസണൽ പോസ്റ്റിലേക്ക് കുതിച്ചു. എഗെയിൻ ജേക്കബ് കിവിയർ ഓടിപ്പിടിച്ചെത്തി, അതേമായി ഒരു ബോഡി ചലഞ്ചൊക്കെ വന്നെങ്കിലും ഒരു ലെഫ്റ്റ് ആംഗിളിൽ നിന്നും ഡേവിഡ് റായെ ബീറ്റ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടഡ് ഷോട്ട് എടുക്കാൻ മറ്റേറ്റയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ 4ാമത്തെ മിനിറ്റിൽ തന്നെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ക്രിസ്റ്റൽ പാലസ് ലീഡ് എടുത്തു. പിന്നീട് മത്സരം കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ആർസണലിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ളൊരു ത്രെറ്റ് ക്രിസ്റ്റൽ പാലസിന്റെ ബോക്സിനകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ്. സ്ഥിരം മത്സരങ്ങൾ വരുന്ന പോലെ ആർസണലിന് നല്ല രീതിയിൽ കൺട്രോളും കാര്യങ്ങളും പൊസിഷനും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ആകെ ആർസണലിന് ഒരു ത്രെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത് സ്റ്റെർലിങ്ങിന്റെ ഒരു ഫ്രീ കിക്കിൽ നിന്നായിരുന്നു. പക്ഷെ അത് ഗോൾ കീപ്പറായ ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റൽ പാലസിന് വേണ്ടി. അത് ഒഴിച്ചു നിർത്തിയാൽ ഫസ്റ്റ് ഹാഫിൽ കാര്യമായ ത്രെറ്റ് ഒന്നും ബോക്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ, 2-3 കോർണേഴ്സ് ഒഴിച്ചു നിർത്തിയാൽ ആർസണലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്ന ക്രിസ്റ്റൽ പാലസിന്റെ മിഡ് ബ്ലോക്ക് ആണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓൾറെഡി അവർക്ക് 5 മാൻ ഡിഫൻസിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് തൊട്ട് മുന്നിൽ നിൽക്കുന്ന പ്ലേയേഴ്സ്, ബാക്കി 5 പ്ലേയേഴ്സ് ഉണ്ട്. അവരൊരു 5-3-2 അല്ലെങ്കിൽ 5-2-3 കൈൻഡ് ഓഫ് ഫോർമേഷനിൽ മാറി മാറി ആർസണലിന് മിഡ് ബ്ലോക്ക് വെച്ചുകൊണ്ടേയിരുന്നു. ആർസണൽ പ്ലേയേഴ്സ്, എസ്പെഷ്യലി ആർസണൽ മിഡ്ഫീൽഡിന് ഈ മിഡ് ബ്ലോക്ക് പൊട്ടിച്ച് കയറി പ്രോഗ്രസീവായിട്ട് മുന്നേറാൻ കഴിഞ്ഞില്ല ഈ മത്സരത്തിൽ. ആൻഡ് യൂഷ്വലായിട്ട് ആർസണലിന്റെ ഒരു സ്ട്രോങ് സെക്ഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് വിങ് ആണ്. പക്ഷേ ഈ റൈറ്റ് വിങ്ങിൽ സാക്കയുടെ അഭാവം സ്റ്റെർലിങ്ങിന് പരിഹരിക്കാൻ അത്ര അങ്ങോട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നല്ല ഡെസ്പറേറ്റ് ആയിട്ട് സ്റ്റെർലിങ്ങിന്റെ ട്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ആ വിങ്ങിലൂടെയുള്ള സ്ഥിരം വരാറുള്ള ഒരു അറ്റാക്കിംഗ് ഡോമിനേഷൻ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ഫ്ലൂയിഡിറ്റി കൊണ്ടുവരാൻ സ്റ്റെർലിങ്ങിന് കഴിഞ്ഞില്ല. അതുപോലെ മിക്കേൽ
മാർട്ടിൻ ഒഡഗാർഡിന്റെ പൊസിഷനിൽ കളിച്ചിരുന്ന ഈദൻ ന്വാനറി ആണെങ്കിൽ കുറച്ചും കൂടി മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങിയാണ് കൺട്രോൾ എടുക്കാൻ ശ്രമിച്ചത്. അതേപോലെ റൈറ്റ് ബാക്കായ തോമസ് പാർട്ടിയുടെ ഓവർലാപ്പിംഗ് പ്രവേഴ്സ് അത്ര ടോപ്പ് അല്ലെന്ന് എല്ലാ ആർസണൽ ഫാൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ വേറെ കാര്യമായിട്ട് ത്രെറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ ആർസണൽ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചു. ഹാഫ് ടൈം ആയപ്പോഴേക്കും ആർസണൽ ഫാൻസിൽ അത്യാവശ്യം പേടിച്ചിട്ടുണ്ടാവും. കാരണം ഇതൊരു സ്ഥിരം സ്റ്റോറി ലൈൻ ആയി തീരുമോ എന്നുള്ളൊരു പേടി. കാരണം ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ പൊസിഷനുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ ബോക്സിനകത്ത് ആ ഒരു ഇന്റൻസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ആർസണൽ പ്ലേയേഴ്സിന് കഴിയാത്തൊരവസ്ഥ ഈ അടുത്തായിട്ട് കാണുന്ന സ്ഥിരം സ്റ്റോറി ലൈൻ. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിക്കേൽ ആർട്ടറ്റ കുറച്ചും കൂടി വിജിലൻ്റ് ആയി. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2 മേജർ ചേഞ്ചസ് മിക്കേൽ ആർട്ടറ്റ വരുത്തി. ഫസ്റ്റ്, ഈദൻ ന്വാനറിയെ മാറ്റിക്കൊണ്ട് ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡഗാർഡിനെ മിഡ്ഫീൽഡിലേക്ക് ഇറക്കി വിട്ടു. രണ്ടാമത്തെ ചേഞ്ച് നടത്തിയത് ഡിഫൻസീവ് ലൈനിലായിരുന്നു. തോമസ് പാർട്ടിയെ മാറ്റിക്കൊണ്ട് വില്യം സാലിബയെ കളത്തിലേക്ക് ഇറക്കി വിട്ടു. അതോടുകൂടി ജൂലിയൻ ടിംബർ റൈറ്റ് ബാക്ക് പൊസിഷൻ ഏറ്റെടുക്കുകയും വില്യം സാലിബ ആ ഒരു സെന്റർ ബാക്ക് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തു ജേക്കബ് കിവിയറിന്റെ കൂടെ. മത്സരം തുടങ്ങിയതിനു ശേഷം പുതിയൊരു കൈൻഡ് ഓഫ് ആർസണൽ ഗെയിമാണ് കാണാൻ സാധിച്ചത്. ആർസണൽ അറ്റാക്കിങ് നല്ല രീതിയിൽ ഇന്റൻസിറ്റി കാണാനുണ്ടായിരുന്നു. ബോക്സിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ത്രെറ്റനിങ് പാസസ് വരാൻ തുടങ്ങി. ആദ്യത്തെ അവസരം കിട്ടിയത് റഹീം സ്റ്റെർലിങ്ങിനായിരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ നിന്നും കീറൻ ടിയറിനെ വെച്ചു കൊടുത്ത എല്ലാം മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടഡ് അസിസ്റ്റ് തന്നെ വരേണ്ടതായിരുന്നു അത്. പക്ഷേ സ്റ്റെർലിങ്ങിന്റെ ആദ്യത്തെ ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞു. രണ്ടാമത്തെ അടി, റീബൗണ്ടായി കിട്ടിയ അടി അദ്ദേഹം അടിച്ചത് ക്രോസ് ബാറിൽ തട്ടിയാണ് പോയത്. അവിടെ നല്ലൊരു അവസരം ആർസണലിനും സ്റ്റെർലിങ്ങിനും നഷ്ടം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 54ാമത്തെ മിനിറ്റ് ആയപ്പോൾ ഗബ്രിയേൽ ജീസസ് ആ ലോക്ക് പൊട്ടിച്ചു എന്നുള്ളതാണ്. ആർസണലിന് വേണ്ടി കുറച്ചു കാലമായിട്ട് അത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാതിരുന്ന സെൻട്രൽ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ആർസണൽ കുറച്ചു കാലമായി നല്ല പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഗബ്രിയേൽ ജീസസ്. ആ ജീസസ് തന്നെ ആ ഒരു ബ്ലോക്ക് പൊട്ടിച്ചു എന്നുള്ളതാണ്. കാരണക്കാരനായത് മാർട്ടിൻ ഒഡഗാർഡ്. മിഡ്ഫീൽഡിൽ നിന്നും ഒരു സ്പ്ലെൻഡഡ് പാസ്, അങ്ങനെയാണോ, സ്പ്ലെൻഡഡ് പാസ് തന്നെയാണ് വെച്ചു കൊടുത്തത്. മിഡ്ഫീൽഡിന് ചുറ്റിപ്പറ്റി നിന്ന് 5 പ്ലേയേഴ്സിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു പാസ്സായിരുന്നു അത്. ഫസ്റ്റ് ഹാഫിലെ ഫസ്റ്റ് ടച്ച് പോരായ്മകൾ ഈ ഒരു ഗോളിന്റെ ടച്ചോടുകൂടി ഗബ്രിയേൽ ജീസസ് പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടച്ച് എടുത്ത് തന്നെ ഡിഫൻഡറിന്റെ അടുത്ത് നിന്നും പന്തുമായി തെന്നി മാറുകയാണ് ഗബ്രിയേൽ ജീസസ്. റൈറ്റ് വിങ്, ഒരു റൈറ്റ് ആംഗിളിൽ കയറി വന്ന ഗോൾ കീപ്പറെ കബളിപ്പിച്ച് ഒരു ചിപ്പ് ചെയ്താണ് അദ്ദേഹം ഗോൾ നേടിയത്. അങ്ങനെ 54ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ ജീസസ് ആർസണലിന് വേണ്ടി ഇക്വലൈസിംഗ് ഗോൾ കണ്ടെത്തി. മത്സരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. 70 മിനിറ്റ് ആയപ്പോഴേക്കും റഹീം സ്റ്റെർലിങ്ങിനെ മാറ്റിക്കൊണ്ട് ബുക്കായോ സാക്ക റൈറ്റ് വിങ്ങിന്റെ ചുമതല ഏറ്റെടുത്തു. അഗെയിൻ 73ാമത്തെ മിനിറ്റ് ബുക്കായോ സാക്കയുടെ വക അസിസ്റ്റ്. ഡിഫൻസീവ് ലൈനിനോട് ചേർന്ന് നിന്നിരുന്ന ഗബ്രിയേൽ ജീസസിന് ബോക്സിലേക്ക് ഓടിക്കയറാൻ പാകത്തിന് ഒരു ബോൾ വെച്ച് കൊടുക്കുകയായിരുന്നു ബുക്കായോ സാക്ക. അഗെയിൻ റൈറ്റ് ആംഗിളിൽ നിന്നും ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷോട്ട് ഗബ്രിയേൽ ജീസസിന്റെ വക. ഇത്തവണ നല്ലൊരു പവർഫുൾ ഷോട്ട് തന്നെയായിരുന്നു. അങ്ങനെ 73ാമത്തെ മിനിറ്റിൽ ആർസണൽ ലീഡിലെത്തി. മത്സരം തുടർന്നുകൊണ്ടിരുന്നു. 7 മിനിറ്റിന് ശേഷം 81ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ ജീസസ് അദ്ദേഹത്തിന്റെ ഹാട്രിക്ക് പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഇത്തവണ അസിസ്റ്റ് വെച്ചത് അഗെയിൻ മാർട്ടിൻ ഒഡഗാർഡ് ആയിരുന്നു. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. ഓൾറെഡി ഒരു ഗോളിന് പിറകിൽ നിൽക്കുന്നത് കൊണ്ടാവണം ക്രിസ്റ്റൽ പാലസ് പ്ലേയേഴ്സ് എല്ലാം ഏറെക്കുറെ ആർസണൽ ഹാഫിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് മിഡ്ഫീൽഡിൽ പന്ത് വിൻ ചെയ്തെടുത്ത മാർട്ടിൻ ഒഡഗാർഡിന് മുന്നോട്ട് നോക്കിയ ഗബ്രിയേൽ ജീസസിനെ കണ്ടപ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. സ്വന്തം ഹാഫിൽ നിന്നാണ് ഗബ്രിയേൽ ജീസസ് ഓട്ടം തുടങ്ങിയത്. എനിവേ ബോക്സിലേക്ക് എത്തി അഗെയിൻ ഏറെക്കുറെ റൈറ്റ് ആംഗിളിൽ നിന്നും ഗോൾ കീപ്പറായ ഹെൻഡേഴ്സിനെ അഗെയിൻ ബീറ്റ് ചെയ്യുകയാണ് ഗബ്രിയേൽ ജീസസ്. അങ്ങനെ 83ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ ജീസസ് അദ്ദേഹത്തിന്റെ ആർസണലിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഹാട്രിക് പൂർത്തിയാക്കി എന്നുള്ളതാണ്. മത്സരത്തിൽ പിന്നെയും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം 85ാമത്തെ മിനിറ്റിൽ ആർസണൽ പ്ലെയറായ എൻകെറ്റിയ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി മനോഹരമായിട്ടൊരു ഹെഡർ ഗോൾ നേടുന്നുണ്ട്. അങ്ങനെ മത്സരം 3-2 എത്തി. കാര്യങ്ങൾ ഇച്ചിരി ടെൻഷനിലേക്കായി പിന്നെയും. പക്ഷെ അവിടെയും മിക്കേൽ ആർട്ടറ്റയുടെ വക ഒരു സൂപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ജേക്കബ് കിവിയറിനെ മാറ്റിക്കൊണ്ട് ഡിഫൻസിലെ വിശ്വസ്തനായ ഗബ്രിയേലിനെ ഇറക്കി വിട്ടു. അതിനുശേഷം ക്രിസ്റ്റൽ പാലസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടൊരു ത്രെറ്റ് ക്രിയേഷൻ ഒന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ 3-2 നല്ലൊരു വിജയം തന്നെ, ഒരു കംബാക്ക് വിക്ടറി തന്നെ, മച്ച് നീഡഡ് വിക്ടറി തന്നെ ആർസണൽ ഈ മത്സരത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഈ ഒരു വിജയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ പകുതിയാവുന്നതോറും ആർസണലിന്റെ
വറീസ് കൂടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ആർസണൽ ക്രിയേറ്റീവ് ബ്ലോക്ക് പറയുന്നുണ്ടായിരുന്നു, മേജർ പ്ലേയേഴ്സിന് ഓവറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, സെറ്റ് പീസസിന് ഓവറെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു, ഓപ്പൺ പ്ലേ ഗോളുകൾ കുറയുന്നു, അറ്റാക്കിങ്ങിൽ ഇൻറ്റൻസിറ്റി കുറയുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വറീസ് ആർസണൽ ഫാൻസിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിജയം കടന്നു വരുന്നത്. സോ ഈ വിജയത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ ആർസണൽ ഫാൻസ് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന കാരണങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കരബാവോ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് പ്രൊസീഡ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന് ഓപ്പൺ പ്ലേ ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളായിട്ട് പ്രീമിയർ ലീഗിൽ ഒരു ഓപ്പൺ പ്ലേ ഗോൾ പോലും ആർസണലിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ആർസണലിന്റെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് പേഴ്സണലി ആർസണൽ ഫാൻസിന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. കുറേ നാളായി ആർസണലിന്റെ ഒരു നല്ലൊരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ കണ്ടിട്ട്. അഫ്കോഴ്സ് ക്രിസ്റ്റൽ പാലസ് പ്ലേയേഴ്സ് എല്ലാം ആർസണൽ ഹാഫിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. ബട്ട് എനിവേ ഒരു നല്ലൊരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ ആർസണലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ട് കുറച്ച് കാലമായിരുന്നു. സോ അതും ഒരു പേഴ്സണൽ സന്തോഷം തന്നെയാണ്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഒരുപാട് പ്ലേയേഴ്സ് ബാക്ക് ടു ഫോം ആയി എന്ന് ആർസണൽ ഫാൻസിന് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഗബ്രിയേൽ ജീസസ് കുറേ കാലമായിട്ട് ആ ഒരു സ്ട്രൈക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഗബ്രിയേൽ ജീസസിന്റെ നല്ലൊരു ഫോം കണ്ടിട്ട് ആർസണൽ ഫാൻസ്. സോ അദ്ദേഹത്തിന്റെ ഒരു ഹാട്രിക് കംബാക്കിന് അത്രയ്ക്കും മധുരമുണ്ട്. അതേപോലെ മാർട്ടിൻ ഓഡഗാർഡ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാകുന്നില്ല എന്ന രീതിയിൽ പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ളൊരു പരിഹാരം പോലെയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ പ്രകടനം കാഴ്ചവെച്ചത്. സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം അറിയത്, എന്നാലും നല്ലൊരു മെമ്മറബിൾ സെക്കൻഡ് ഹാഫ് തന്നെ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ അതേപോലെ ആർസണലിന്റെ ക്രിയേറ്റീവ് ബ്ലോക്സിനൊക്കെ ഒരു അറുതി പോരുന്ന പോലെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല, സെക്കൻഡ് ഹാഫ് പെർഫോമൻസ്. ഇനിയിപ്പോൾ ആർസണലിന്റെ അടുത്ത മത്സരം വരുന്ന ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് പ്രീമിയർ ലീഗിൽ വീക്കെൻഡിൽ വെച്ചിട്ട്. സോ ഇപ്പോൾ ആർസണലിന് അറിയാം എന്താണ് ക്രിസ്റ്റൽ പാലസ് പോലെ ഒരു ടീമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ വീക്കെൻഡ് എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും പ്രീമിയർ ലീഗിൽ നടക്കാൻ പോകുന്നത്. മറ്റൊരു ഫുട്ബോൾ വിശേഷം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് വിജയമാണ് പറയാനുള്ളത്. പച്ചൂക്ക എന്ന മെക്സിക്കൻ ക്ലബിനെ ഖത്തറിൽ വെച്ച് നടന്ന ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫൈനലിൽ 3-0 എന്നുള്ള സ്കോർ ലൈനിലാണ് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത്. സോ മത്സരത്തിൽ ഗോൾ നേടിയത് ആരൊക്കെയാണെന്ന് വെച്ചാൽ കിലിയൻ എംബാപ്പെ നേടി, റോഡ്രിഗോയുടെ ഒരു സൂപ്പർ കേളിംഗ് ഗോളായിരുന്നു അത്. അതേപോലെ വിനീഷ്യസ് ജൂനിയറിന്റെ ഒക്കെ പെനാൽറ്റി ഉണ്ടായിരുന്നു. സോ അങ്ങനെ 3-0 എന്നുള്ള സ്കോർ ലൈനിലാണ് മെക്സിക്കൻ ക്ലബിനെ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത്. അവരുടെ 9ാമത്തെ ഗ്ലോബൽ കപ്പാണിത്. ഈ ഒരു വിജയത്തോടു കൂടി തന്നെ മറ്റൊരു റെക്കോർഡും പിറന്നിരിക്കുകയാണ് കാർലോ ആൻസലോട്ടിയുടെ പേരിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫിഫ ദ ബെസ്റ്റ് മെൻസ് കോച്ചായിട്ട് തിരഞ്ഞെടുത്തതാണ് കാർലോ ആൻസലോട്ടിയെ. സോ അദ്ദേഹത്തിന് മറ്റൊരു അംഗീകാരം കൂടി കിട്ടിയിരിക്കുകയാണ്, ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് കോച്ച് ഇൻ ദ ഹിസ്റ്ററി ഓഫ് റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിക്കൊടുക്കുന്ന കോച്ച് എന്നുള്ള ഒരു പേര് ഇനി കാർലോ ആൻസലോട്ടിക്ക് സ്വന്തം. 15 ട്രോഫീസാണ് അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു അംഗീകാരം അങ്ങനെ ഒരു വിശേഷണം കൂടി കാർലോ ആൻസലോട്ടിക്ക് കിട്ടി എന്നുള്ളതാണ്. സോ റയൽ മാഡ്രിഡിന്റെ ഈ ഒരു വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. റയൽ മാഡ്രിഡിന്റെ 2ാമത്തെ ട്രോഫിയാണ് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. യുഎഫ സൂപ്പർ കപ്പിൽ അവർ വിജയം കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഇന്റർകോണ്ടിനെന്റൽ കപ്പിലെ വിജയം അവർക്ക്. സോ കിലിയൻ എംബാപ്പയുടെ 2ാമത്തെ ട്രോഫിയാണ് റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ വന്ന് ഇത്രയും മാസമായിട്ടുള്ളൂ എങ്കിലും. ഓക്കെ, എനിവേ നിങ്ങൾക്ക് റയൽ മാഡ്രിഡിന്റെ ഈ ഒരു വിജയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താം. അതേപോലെ ആർസണലിന്റെ ഈ ഒരു പ്രകടനത്തെക്കുറിച്ച്, എസ്പെഷ്യലി ഗബ്രിയേൽ ജീസസിന്റെ ഒരു കംബാക്ക് ഹാട്രിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഈ ആർസണലിന്റെ മാച്ച്, ആർസണൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മാച്ച് നമ്മൾ വാച്ചിലൊക്കെ പോയതാണ്. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് ഗ്രോയിങ് സ്റ്റേജിലാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് സൈഡ് ലൈൻ ഫുട്ബോളിന് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളിലൂടെ എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.